ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഡിജിറ്റൽ മല്ലു. എൻ്റെ പേര് അഖിൽ. ഇന്നു മുതൽ ഞാൻ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് തന്നുകൊണ്ടിരിക്കും. ഇവിടെ നിങ്ങൾ 10ാം ക്ലാസ് ആയാലും +2 ആയാലും ഡിഗ്രി ആയാലും ഏതൊരാൾക്കും ഇവിടെ ജോലി ലഭിക്കുന്ന ഒരുപാട് വേക്കൻസികൾ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഞാൻ ഒരുപാട് ജോലി അവസരങ്ങൾ തരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഡിജിറ്റൽ മല്ലു എന്ന ഈ ചാനലിൽ ഡെയിലി 2 ജോബ് അപ്ഡേറ്റ് വീതം ഞാൻ നിങ്ങൾക്ക് തരും. ഒരു വേക്കൻസി രാവിലെ 11 മണിക്കും രണ്ടാമത്തെ വേക്കൻസി നിങ്ങൾക്ക് വൈകിട്ട് 8 മണിക്കും ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങളിവിടെ എൻ്റെ വീഡിയോ പെട്ടെന്ന് തന്നെ എത്താൻ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. കാരണം ആദ്യം തന്നെ നിങ്ങളിലേക്ക് എൻ്റെ ഈ ജോലി എത്താൻ നിങ്ങൾക്കത് സഹായകമാകും. ഇന്നത്തെ ഈ ജോലി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് കേന്ദ്രഭരണ പ്രദേശമായ ന്യൂഡൽഹിയിലെ ഭവന നഗര വികസന പദ്ധതികളുടെ മേൽനോട്ടം വഹിക്കുന്ന ദില്ലി ഡെവലപ്മെന്റ് അതോറിറ്റിയിൽ നിരവധി ഒഴിവുകൾ വന്നിരിക്കുകയാണ്. 10ാം ക്ലാസ്സുകാർക്ക് അപേക്ഷിക്കാവുന്ന മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തസ്തിക മുതൽ എഞ്ചിനീയർ തസ്തികകളിൽ വരെ ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഏകദേശം 2000-ന് മുകളിൽ ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈൻ അപേക്ഷ നൽകാവുന്നതാണ്. ഇതിൽ അപേക്ഷ ഫീസും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. ഇതാണ് ഡൽഹി ഭവന നഗര വികസന പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുന്ന ദില്ലി ഡെവലപ്മെന്റ് അതോറിറ്റിയിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞ കണക്ക് ഒരുപാട് 10ാം ക്ലാസ്സുകാർക്കും അപേക്ഷിക്കാവുന്ന മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തസ്തിക മുതൽ എഞ്ചിനീയർ തസ്തിക വരെ ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഏകദേശം 2000-ന് മുകളിൽ ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഇത് ഓരോ ഒഴിവായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഡെപ്യൂട്ടി ഡയറക്ടർ 4 ഒഴിവാണ്. അസിസ്റ്റന്റ് ഡയറക്ടർ 19 ഒഴിവാണ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 10 ഒഴിവാണ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ 3 ഒഴിവാണ്. ലീഗൽ അസിസ്റ്റന്റ് 7 ഒഴിവാണ്. പ്ലാനിംഗ് അസിസ്റ്റന്റ് 23 ഒഴിവാണ്. ജൂനിയർ എഞ്ചിനീയർ 104 ഒഴിവുണ്ട്. ഓക്കെ, ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക് ആൻഡ് മെക്കാനിക്കൽ 67 ഒഴിവുണ്ട്. ഹോർട്ടിക്കൾച്ചർ 75 ഒഴിവുണ്ട്. പട്വാരി 79 ഒഴിവാണ്. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് 199 ഒഴിവുണ്ട്. മാലി 282 ഒഴിവുണ്ട്. ഓക്കെ, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് 745 ഒഴിവുണ്ട്. ഇത്രയും ഒഴിവുകളാണുള്ളത്. ഏകദേശം ഇതിൻ്റെ എല്ലാം ക്വാളിഫിക്കേഷൻ എല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 6/10/2025 മുതൽ 6/10/2025 സ്റ്റാർട്ടാവുന്നതാണ്. വെബ്സൈറ്റ് ലിങ്ക് ഓപ്പൺ ആവുന്നതാണ്. ക്ലോസിങ് വരുന്നത് 5/11/2025 ഇത് ക്ലോസ് ആവും. ഇതിൽ എക്സാം ഉണ്ടായിരിക്കുന്നതാണ്. വെബ്സൈറ്റ് സന്ദർശിച്ച് ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഒക്ടോബർ 6 മുതൽ നവംബർ 5 വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈം വരുന്നത്. MTS തസ്തികയ്ക്ക് 18,000 രൂപയായിരിക്കും സാലറി വരുന്നത്. അതിന് മുകളിലുള്ളത് 56 മുതൽ 900 രൂപ വരെ 56,000 രൂപ വരെ നിങ്ങൾക്ക് ശമ്പളമായി ലഭിക്കും. പുറമെ DA, HRA, മെഡിക്കൽ അലവൻസ്, പെൻഷൻ തുടങ്ങിയ ഒരുപാട് കേന്ദ്ര ഗവൺമെൻറ്റിലെ ആനുകൂല്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരുപാട് ആനുകൂല്യങ്ങളാണ് അവർ തരുന്നത്. കൂടാതെ അപേക്ഷാ ഫീസ് ജനറൽ OBC വിഭാഗക്കാർക്ക് 500 രൂപയും SC/ST, ഭിന്നശേഷി, വനിതകൾ എന്നിവർക്ക് 250 രൂപയുമാണ് അപേക്ഷാ ഫീസ് വരുന്നത്. ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാൻ തീയതി 2025 ഒക്ടോബർ 6 രാവിലെ 10-ന് ആരംഭിച്ച് 2025 നവംബർ 5-ന് 6 മണിക്ക് അവസാനിക്കുന്നതാണ്. ഓൺലൈൻ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയുണ്ട്, CBT പരീക്ഷയുണ്ട്. 2025 ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് നടത്താനാണ് സാധ്യതയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 2025 ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് നടത്താനുള്ള സാധ്യത. വിശദമായ യോഗ്യതാ മാനദണ്ഡം, തിരഞ്ഞെടുപ്പ് നടപടിക്രമം എന്നിവ DDAയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ www.dda.gov.in റിക്രൂട്ട്മെന്റ് വിഭാഗങ്ങൾ ലഭ്യമാകുന്നതാണ്. തസ്തികയുടെ ഒഴിവുകളും ഈ റിക്രൂട്ട്മെന്റിൽ ഉൾപ്പെടുത്തിയ ചില പ്രധാന തസ്തികയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ ഈ ജോലി നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും ഇവിടെ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്നും ഇവിടെ എങ്ങനെയാണ് നിങ്ങളുടെ എക്സാം വരുന്നതെന്നും ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് വഴി രേഖപ്പെടുത്താവുന്നതാണ്. കൂടാതെ മറ്റൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് എത്തുന്ന വ്യക്തികളാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ വീഡിയോ ഹൈപ്പ് ചെയ്യുക. ഇതുപോലുള്ള ഗവൺമെൻറ് ജോലിയും വർക്ക് ഫ്രം ഹോം റിലേറ്റഡ് ആയിട്ടുള്ള ജോലികളുമായി ഒരുപാട് വീഡിയോസ് ഇനിയും എൻ്റെ ചാനൽ വരുന്നുണ്ട്. നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം.